മക്കളെ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 13 ക്വസ്റ്റ്യൻസ് ആണ്. ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ചോദ്യം എങ്ങനെയാണ്? പത്തേ ദശാംശം 1 ഇതിൻ്റെ വർഗം കണ്ടുപിടിക്കുക. വർഗം കണ്ടുപിടിക്കുക, ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ വർഗം എങ്ങനെയാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 10.1 അല്ലേ? അതെങ്ങനെ എഴുതാൻ പറ്റും? 10 കൂട്ടണം 0.1 അല്ലേ? അപ്പം എങ്ങനെ എഴുതാം? 10 കൂട്ടണം 2 ഗുണിക്കണം 10 ഗുണിക്കണം 0.1 കൂട്ടണം 0.1 10 എന്ന് പറഞ്ഞാൽ 10 ഗുണിക്കണം 10 കൂട്ടണം 2 ഗുണിക്കണം 10 ഗുണിക്കണം 0.1 കൂട്ടണം 0.1 ഗുണിക്കണം 0.1. 10 ഗുണിക്കണം 10 100 കൂട്ടണം 2 ഗുണിക്കണം 10 ഗുണിക്കണം 0.1. 2നെ 10 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? ഉത്തരം 20 കിട്ടും. 20 ഗുണിക്കണം 0.1 എന്ന് പറഞ്ഞാൽ 2.0 കൂട്ടണം 0.1 ഗുണിക്കണം 0.1. ഇപ്പം 0.1നെ 0.1 കൊണ്ട് ഗുണിച്ചാൽ 0.01 കിട്ടും. ഇത്രയാണ് 0.1 ഗുണിക്കണം 0.1 എന്ന് പറഞ്ഞാൽ 0.01. ഇതെല്ലാം കൂട്ടി നോക്കാം നമുക്ക്. 100 കൂട്ടണം 2 കൂട്ടണം 0.1. 0-ന് 0 കൂട്ടിയ 0 കൂട്ടണം 1 1. 0 കൂട്ടണം 0 കൂട്ടണം 0 0. 0 കൂട്ടണം 2 കൂട്ടണം 0 2. 0 താഴ്ത്തി ഇറക്കണം 1 താഴ്ത്തി ഇറക്കണം. ഉത്തരം 102.01. 102.01. എളുപ്പല്ലേ? അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഇത് ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 12.5. നമുക്ക് 12.5ന്റെ വർഗം കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 12.5 2. എന്ത് ചെയ്യുക? 12 കൂട്ടണം 0.5 നമുക്ക് 2 പദങ്ങളാക്കി എഴുതിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം എന്ത് എഴുതാ? 12 കൂട്ടണം 2 ഗുണിക്കണം 12 ഗുണിക്കണം 0.5 കൂട്ടണം 0.5 12നെ 12 കൊണ്ട് ഗുണിക്കുക. അതാണ് 12 എന്ന് പറയുന്നത് അല്ലേ? കൂട്ടണം 2 ഗുണിക്കണം 12 ഗുണിക്കണം 0.5 കൂട്ടണം 0.5 ഗുണിക്കണം 0.5. 12 ഗുണിക്കണം 12 ഇതെല്ലാം നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ചെയ്തതാണ്. ഉത്തരം 144. 2 ഗുണിക്കണം 12 ഗുണിക്കണം 0.5. 2 ഗുണിക്കണം 12 ഗുണിക്കണം 0.5 എന്ന് പറഞ്ഞാൽ ഉത്തരം 12 ആയിരിക്കും. കൂട്ടണം 0.5 ഗുണിക്കണം 0.5 0.25. എല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? ഉത്തരം 144.00 12.00 0.25 5 2 4 2 6 അല്ലേ? 4 1 5 156.25. അപ്പം നമുക്ക് 12.5 എന്ന് പറഞ്ഞാൽ ഉത്തരം 156.25. അടുത്തൊരു ചോദ്യം കൂടി നോക്കാം. ഇതേപോലെ ചെയ്യുന്ന എങ്ങനെ നോക്കാം. മൂന്നാമത്തെ ചോദ്യം 15.7. 15.7. നമുക്ക് എന്ത് എഴുതാം? 15.7 2. അതെങ്ങനെ എഴുതാൻ പറ്റും? 15 കൂട്ടണം 0.7 2 അല്ലേ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യുമ്പം 15 2 കൂട്ടണം 2 ഗുണിക്കണം 15 ഗുണിക്കണം 0.7 കൂട്ടണം 0.7 2. 15ന്റെ
ഘാതം 2 എത്രയാണ് ഉത്തരം? 225. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ അത് ചെയ്തതാണ്. 2 ഗുണിക്കണം 15 ഗുണിക്കണം 0.7. അപ്പം ഉത്തരം 21. അടുത്തത് 0.7 ഗുണിക്കണം 0.7. അത് എത്രയാണ്? 0.49. ഇതെല്ലാം കൂട്ടിയാൽ എത്ര കിട്ടും? 246.49. എത്ര കിട്ടും? 246.49. ഇതുവരെ ശരിയല്ലേ? ഓക്കെ അല്ലേ? ഇത്ര എളുപ്പത്തിൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ.